ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന അനേക ആയിരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ലോക ജനസംഖ്യയിൽ 10% ഏതെങ്കിലും തരത്തിലുള്ള വികലതകൾ അനുഭവിക്കുന്നു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. വേൾഡ് ചർച്ച് കൗൺസിൽ വികലാംഗരെയും അഗതികളെയും മനോദൗർലഭ്യം അനുഭവിക്കുന്നവരെയും കുറിച്ച് പ്രസിദ്ധീകരിച്ച പാർട്ട്നേഴ്സ് ഇൻ ലൈഫ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ളവർ നമ്മുടെ ജീവിത പങ്കാളികൾ ആകുന്നു എന്ന. അതായത് ബലഹീനത അനുഭവിക്കുന്നവരെ നമ്മളുടെ സഹതാപം അർഹിക്കുന്നവരായിട്ടല്ല കാണേണ്ടത്, പിന്നെയോ എല്ലാ കാര്യങ്ങളിലും അവരെ നമ്മളുടെ പങ്കാളികളായി കാണണം എന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ ഈ പുസ്തകത്തിൽ നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാനസികവും ശാരീരികവുമായി വൈകല്യം അനുഭവിക്കുന്നവർക്ക് സഭയെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? വൈകല്യം അനുഭവിക്കുന്നവരെ സഭ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണോ? സഭയ്ക്ക് വൈകല്യം അനുഭവിക്കുന്നവരുടെ നേർക്ക് ഒരു ദൗത്യം കർത്താവ് നൽകിയിട്ടുണ്ട് എന്ന് നാം ഓർക്കാറുണ്ടോ? ബിഷപ്പ് ഉയർത്തിയ ഈ ചോദ്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? മാനസികവും ശാരീരികവുമായ ബലഹീനതകൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും കർമ്മഫലമാകുന്നു എന്നും ബലഹീനതകൾ ശാപമാകുന്നു എന്നും ചിന്തിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ആണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പിറവിയിലെ ക്രൂരനായ മനുഷ്യനെ കണ്ട ശിഷ്യന്മാർ യേശുവിനോട് ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു എന്ന് ചോദിച്ചതായി യോഹന്നാൻ 9:2 വായിക്കുന്നുണ്ട്. കുരുടനും മുടന്തനും ചെകിടനും കുഷ്ഠരോഗിയും എല്ലാം അശുദ്ധനാണെന്ന് ചിന്തിക്കുകയും അവരെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. ഈ വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരെയും സമൂഹത്തിൽ തള്ളപ്പെട്ട ഇരുന്നവരെയും യേശു കർത്താവ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. യേശു അവർക്ക് നൽകിയ സൗഖ്യം വെറും ശാരീരിക സൗഖ്യം മാത്രമായിരുന്നില്ല, അത് സാമൂഹികവും ആത്മീകവുമായ സൗഖ്യം കൂടിയായിരുന്നു. ബലഹീനത അനുഭവിക്കുന്നവരോട് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അവരുടെ ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ഉത്തരവാദിത്വം ഇസ്രായേലിലെ രാജാവായ ദാവീദ് നിർവഹിക്കുന്നതായി 2 ശമൂവേൽ 9 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതായത് കാല് രണ്ടും മുടന്ത് ഉള്ളവനായ മെഫിബോശത്തിനെ ജീവകാലം മുഴുവൻ തന്നോടുകൂടെ ഭക്ഷണമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിപ്പാൻ ദാവീദ് അനുവദിച്ചു. ഈ ദൈവിക സ്വഭാവം നവജീവൻ തോമസിൽ ഉണ്ടായപ്പോൾ ഏതാണ്ട് 50-ൽ പരം വർഷങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കാരുണ്യത്തിൻ്റെ സജീവ സാന്നിധ്യമായി രോഗികൾക്കും നിർധനർക്കും കൂട്ടിരിക്കുന്നവർക്കും ദിനംതോറും ഭക്ഷണം നൽകുന്നു. ദൈവം ബലഹീനരെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും അവരിലുണ്ടായിരിക്കേണ്ടത് ഈ ദൈവിക സ്വഭാവം തന്നെയാണ്. ബലഹീനനായ മോശയെ ദൈവം ശക്തിപ്പെടുത്തിയതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മോശ തൻ്റെ ബലഹീനത കർത്താവിനോട് പറഞ്ഞു, ഞാൻ വിക്കന, തടിച്ച നാവുള്ളവനാ, എനിക്ക് വാക്സാമർഥ്യമില്ല. കർത്താവ് ഇതിന് നൽകിയ മറുപടി, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? പുറപ്പാട് 4:11. ബലഹീനനെയും ബലമുള്ളവനെയും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുവൻ ബലഹീനത അനുഭവിക്കുന്നുവെങ്കിൽ അത് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്.
മോശയുടെ ബലഹീനതയെ ദൈവം ഉപയോഗിച്ചു. വെക്കനായ മോശയെ ഫറവോന്റെ മുൻപിൽ നിൽപ്പാൻ തക്കവണ്ണം ശക്തീകരിച്ചു. ഒരുപക്ഷേ നാമും ബലഹീനതകൾ അനുഭവിക്കുന്നവരായിരിക്കാം. എന്നാൽ ഓർക്കുക, നമ്മുടെ ബലഹീനതകളെയും പരിമിതികളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. മോശയെപ്പോലെ ആത്മീക കാഴ്ചശക്തിയും ആത്മീക കേൾവിശക്തിയുമുള്ളവരായി നാം മാറുമെങ്കിൽ ദൈവം തൻ്റെ ദർശനങ്ങളാൽ നമ്മുടെ പരിമിതികൾക്കപ്പുറം നമ്മെ ഉയർത്തും. മോശ എപ്രകാരം ദൈവത്തെ അനുഭവം ആക്കിയോ, അതുപോലെ ദൈവത്തെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവമാക്കുമെങ്കിൽ നമ്മിലുള്ള ബലഹീനതകളും പരിമിതികളും ബലഹീനതകളെ അല്ല എന്ന് നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. മനുഷ്യൻ്റെ കണ്ണിൽ നമുക്ക് പരിമിതികളും ബലഹീനതകളും ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മുടെ പരിമിതികളൊന്നും പരിമിതികളെ അല്ല. ബലഹീനനായ മോശയ്ക്ക് അഹരോൻ വായായി തീർന്നതുപോലെ ബലഹീനരുടെ ബലഹീനതകളിൽ ശക്തി പകർന്നു കൊടുപ്പാൻ നമുക്ക് കഴിയണം. കർത്താവേ, ബലഹീനരെയും പരിമിതികളുള്ളവരെയും ശക്തിപ്പെടുത്തുകയും കരുതുകയും ചെയ്യുന്ന ദൈവിക സ്വഭാവം എന്നിലും ക്രിയ ചെയ്യുവാൻ സഹായിക്കണമേ. ആമേൻ. സിംഹക്കുഴി മധ്യനം വീണാലും, സിംഹക്കുഴി മധ്യനം വീണാലും ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴിതന്നാഴവും അഗ്നിതന്നാഴവും, ആഴിതന്നാഴവും അഗ്നിതന്നാഴവും എന്നെ നശിപ്പിക്കില്ല. യേശുവിൻ ചാരയുണ്ട്, എന്നെ നശിപ്പിക്കില്ല. യേശുവിൻ ചാരയുണ്ട്. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ.